അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസുബ്ഹാനല്ലാഹിൽ അലീം. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. റമളാൻ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. ആരാധനകൾ സജീവമാക്കേണ്ടുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായി എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി പ്രതിപാദിച്ച ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത്. സൂറത്തുൽ ബഖറയിലും അഅറാഫിലും ശുഅറായിലും ഖസസിലും ത്വാഹയിലും നാസിആത്തിലും അങ്ങനെ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി ആ ചരിത്രം പറയുന്നുണ്ട്. അവിടെ സൂറത്തു ത്വാഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൗറാത്ത് വാങ്ങാൻ വിളിക്കുന്ന ഒരു രംഗമുണ്ട്. തൂരി സീനാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് തൗറാത്ത് വാങ്ങുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിക്കുന്നു. ബനൂ ഇസ്രായേലിൽ നിന്ന് 70 ആളുകളെയും കൂട്ടിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടുന്നത്. യാത്ര പുറപ്പെടുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ചാണ് യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ പർവ്വതത്തിൻ്റെ മുകളിലെത്തുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമതാണ്, മറ്റെല്ലാവരും പിറകിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ. മൂസ, നിൻ്റെ ഒപ്പമുള്ളവരെ, നിൻ്റെ ജനതയേക്കാൾ ധൃതി പിടിച്ചുകൊണ്ട് നീ എന്താണ് വരാൻ കാരണം? ഇതാ നോക്ക് മൂസ, നിൻ്റെ ഒപ്പമുള്ളവരെല്ലാം പിറകിലാണ്, അവരെ ഒന്നും പരിഗണിക്കാതെ നീ എന്താണ് ധൃതി പിടിച്ചു വരാൻ കാരണം? അതിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടി, അജിൽതു ഇലൈക റബ്ബി ലിതർളാ. റബ്ബേ, ഞാൻ നിന്നിലേക്ക് ധൃതി പിടിച്ചു വന്നത് നിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്. എൻ്റെ ഒപ്പമുള്ളവരെവിടെ എത്തി, എന്താണ് അവരിത്ര പിറകിലാകുന്നത്, അതൊന്നും ഞാൻ പരിഗണിക്കാതെ ഞാൻ നിന്നിലേക്ക് ധൃതി പിടിച്ചു വന്നത് റബ്ബി ലിതർളാ, റബ്ബേ നിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആ ഒരു മനസ്സാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. അള്ളാഹുവിലേക്ക് ധാരാളം നന്മകളുമായി മത്സരിക്കുവാനും ധാരാളം നന്മകളുമായി മുന്നേറുവാനും
അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുവാനുമുള്ള ഒരു ധൃതി, ഒരു മത്സര ബുദ്ധി നമുക്കുണ്ടായിരിക്കണം. നമുക്കെല്ലാ വിഷയത്തിലും മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തുമാണല്ലോ. ആ സ്വഹാബത്തിലും നമ്മൾ കാണുന്നത് ഇതേ മനസ്സാണ്. ഹിജ്റ 9 ചരിത്രത്തിൽ അറിയപ്പെട്ട തബൂക്ക് യുദ്ധം സംഭവിക്കുന്നത്. ഹിജ്റ 9 പ്രത്യേകത എന്ന് പറഞ്ഞാൽ മദീനയിൽ ഈത്തപ്പന മരങ്ങൾക്കൊക്കെ രോഗം വന്ന് സ്വഹാബത്തിന് വിശപ്പടക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാത്ത സമയമാണ്. കാലാവസ്ഥ കൊടും ചൂടാണ്, ശക്തമായ വെയിലാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സ്വഹാബ, നിങ്ങൾ തബൂക്കിലേക്ക് എത്തണം. മദീനയിൽ നിന്ന് 630 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് തബൂക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം, അന്ന് യാത്ര ചെയ്യാൻ കാറോ ബൈക്കോ അല്ലെങ്കിൽ വിമാനോ ട്രെയിനോ ഒന്നുമില്ലല്ലോ. കാൽനടയായി നടന്നു പോകണം, അല്ലെങ്കിൽ അവരുടെ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ അവരുടെ കഴുതപ്പുറത്തൊക്കെ യാത്ര ചെയ്യണം. അതുകൊണ്ട് ചരിത്രം ആ യുദ്ധത്തിനെ വിളിച്ചത് ജയ്ഷുൽ ഉസ്ർ എന്നാണ്, അഥവാ ഞെരുക്കത്തിൻ്റെ സൈന്യം. ഒരൊട്ടകപ്പുറത്ത് തന്നെ 19 ആളുകളാണ് ഒരൊട്ടകപ്പുറത്ത് യാത്ര. അപ്പോൾ കുറച്ച് ആൾക്കാർ നടക്കേണ്ടി വരും കുറച്ച് നേരം, പിന്നെ ഓരൊട്ടകപ്പുറത്ത് കയറും, അപ്പോൾ മുകളിൽ ഒരു കുറച്ച് നേരം നടക്കേണ്ടി വരും. അങ്ങനെ ഊഴം വെച്ചൊക്കെയാണ് യാത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ ചെയ്യണമെന്ന് പറയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി നൽകി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തെടുത്ത് 2 ഭാഗിച്ച് പകുതി ഇസ്ലാമിന് വേണ്ടി നൽകി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധാരാളം സ്വർണ്ണ നാണയങ്ങളും ഒട്ടകങ്ങളും നൽകി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 200 ഊഖിയകൾ നൽകി. അങ്ങനെ സ്വഹാബത്തെല്ലാം നന്മകളിൽ മത്സരിക്കുകയായിരുന്നു. ആ ഒരു നന്മകളിൽ മത്സരിക്കുവാനുള്ള മനസ്സാണ് പ്രിയമുള്ളവരെ നമ്മൾ നേടിയെടുക്കേണ്ടത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ തബൂക്കിലേക്ക് വിളിക്കുമ്പോൾ അവിടെ മുനാഫിഖീങ്ങളുമുണ്ട്. എന്താണ് മുനാഫിഖീങ്ങളുടെ പ്രത്യേകത? കപടവിശ്വാസികളുടെ നേതാവായ ജിദ് ബിൻ ഖൈസ്, ആ മനുഷ്യൻ റസൂലിൻ്റെ അടുത്തേക്ക് വന്ന് പറയാണ്, റസൂലെ, റോമക്കാരുമായിട്ടാണ് യുദ്ധം. 2 ലക്ഷത്തോളം വരുന്ന റോമക്കാരും 30,000-ഓളം വരുന്ന സ്വഹാബത്തുമാണ്. റസൂലെ, റോമയിലെ സ്ത്രീകളെല്ലാം സുന്ദരികളാണ്, അവരെ കണ്ടുകൊണ്ട് എൻ്റെ നീയത്ത് മാറുമോ, ഞാൻ ഭയപ്പെടുന്നു. ഒരു നിസ്സാരമായ കാരണം പറഞ്ഞ് ആ മനുഷ്യൻ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. മറ്റു ചില മുനാഫിക്കീങ്ങൾ വന്ന് പറഞ്ഞു, റസൂലെ, കൊടും ചൂടാണ്, ശക്തമായ വെയിലാണ്, ഈ വെയിലത്താണോ യാത്ര, ഈ ചൂടത്താണോ യാത്ര, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവരും മാറി നിന്നു എന്ന് കാണാം. യഥാർത്ഥത്തിൽ എന്താണ് അവർ നഷ്ടപ്പെടുത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതായി യുദ്ധത്തിൽ പങ്കെടുത്താൽ, യുദ്ധത്തിൽ ഷഹീദായാൽ ഷഹീദിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന 1-ാമത്തെ രക്തത്തുള്ളിയിലൂടെ അവൻ്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കാമെന്ന് പറയുമ്പോഴും ഷഹീദായ മനുഷ്യൻ്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന കിരീടത്തിലെ ഒരു വജ്രത്തിന് പോലും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോഴും ഷഹീദായ മനുഷ്യൻ്റെ ആത്മാവ് ഒരു പച്ചക്കിളിയുടെ രൂപത്തിൽ സ്വർഗത്തിൽ പാറി നടക്കുമെന്ന് പറയുമ്പോഴും ആ നന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും അതിന് കാരണങ്ങൾ പറയുകയും ചെയ്യുന്നു. അത് മുനാഫിഖീങ്ങളുടെ മനസ്സായിരുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്, തൂരി സീനാ പർവ്വതത്തിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേടിയെടുത്ത, തബൂക്കിൻ്റെ വേളയിൽ സ്വഹാബത്ത് നേടിയെടുത്ത ആ മനസ്സായിരിക്കണം എന്നതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് ആരുടെയും സമ്മതം ചോദിക്കാതെയാണ്. നമ്മൾ ഏത് തറവാട്ടിൽ ജനിക്കണമെന്നോ, ആരുടെ മകനായി ജനിക്കണമെന്നോ, ഏത് നാട്ടിൽ ജനിക്കണമെന്നോ ഒന്നും നമ്മളല്ല തീരുമാനിച്ചത്. അതല്ലേ പരിശുദ്ധ ഖുർആൻ ചോദിച്ചത്, ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅം മദ്കൂറ. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലയോ? എന്താണ് എന്ന് ഓർക്കപ്പെടാൻ കഴിയാത്ത കാലഘട്ടമാണ്. ഒരു 200 വർഷം മുമ്പേ നമ്മൾ അഡ്രസ്സ് ഒന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പോൾ ഒരു പേരുണ്ട്, ഒരു അഡ്രസ്സ് ഉണ്ട്, ഒരു ഉപ്പുണ്ട്, ഒരു ഉമ്മ ഉണ്ട്, ഒരു നാടുണ്ട്. ഒരു 300 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു 400 വർഷം മുമ്പ് നമ്മുടെ കുടുംബ പേരെന്തായിരുന്നു നമുക്ക് പറയാൻ സാധിക്കുമോ? അതുപോലത്തെ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഇനി അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്മതം ചോദിക്കാതെ, നമ്മുടെ അനുവാദം ചോദിക്കാതെ, ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത നേരത്ത്, ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് വെച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹ് പിടിച്ചെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖലല്ലാഹു ലി അബ്ദിൻ അയ്യമൂത ബി അർളിൻ, ഒരു നാട്ടിൽ വെച്ചൊരാൾ മരണപ്പെടണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ, അല്ലാഹു ഒരാവശ്യം അവൻ അവിടേക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മരണപ്പെടേണ്ടത് ഇന്ന ഭാഗത്ത് വെച്ചാണ് എങ്കിൽ അവിടേക്ക് നമുക്കൊരാവശ്യം ഉണ്ടാക്കുകയും അവിടേക്ക് നമ്മളെ എത്തിക്കുകയും അവിടെ വെച്ചുകൊണ്ട് റൂഹ് പിടിക്കുകയും ചെയ്യും. ദുബായിലേക്ക് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ദുബായിലൊരു ജോലി ശരിയായി, ആ ജോലിക്ക് വേണ്ടി നമ്മൾ യാത്ര പുറപ്പെട്ടു, അവിടെ എത്തി രണ്ടാമത്തെ ദിവസം മരണപ്പെട്ടു. എന്താണ് കാരണം? ദുബായിൽ വെച്ചിട്ടാണ് അവൻ്റെ റൂഹ് പിടിക്കേണ്ടതെന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. ആകാശത്ത് വെച്ച് റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ? കടലിൽ വെച്ച് റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ? അവിടേക്കൊരാവശ്യമുണ്ടാക്കുകയും അവിടേക്ക് നമ്മളെ എത്തിക്കുകയും അവിടെ വെച്ചുകൊണ്ട് റൂഹ് പിടിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണുവാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടെ നമ്മൾ നിസ്സഹായരാണ്, നിസ്സാരനാണ് മനുഷ്യൻ. നമ്മുടെ മരണത്തെ ഒന്ന് തടുത്തു മാറ്റുവാൻ പോലും, നമ്മുടെ മരണത്തെ ഒന്ന് നീക്കി വെക്കുവാൻ പോലും നമുക്ക് സാധിക്കുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയ, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ആ മരണത്തിൻ്റെ വേള എത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അങ്ങോട്ടോ ഒരു മിനിറ്റ് ഇങ്ങോട്ടോ വൈകിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയില്ല. അല്ലാഹു ഒരുപാട് കാലമായി ഗൾഫിൽ പോയി, 40 വർഷം 50 വർഷം ചോര നീരാക്കി ഞാൻ വിയർപ്പൊഴുക്കി, ഞാൻ എൻ്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കേണ്ട ഒരു ഉരുള പോലും പിശുക്കി ഞാൻ എൻ്റെ സമ്പാദ്യമെല്ലാം ഉണ്ടാക്കിയത് ദാ ഈ വീട് പണിക്ക് വേണ്ടിയാണ്. നാളെ അതിൻ്റെ കുടിരിക്കലാണ്. അതുവരെയെങ്കിലും ഒന്ന് നീട്ടിത്തരുമോ? നീട്ടിത്തരൂ. 18 വർഷം 19 വർഷം 20 വർഷം എൻ്റെ കണ്ണിലുണ്ണി പോലെ ഞാൻ നോക്കി വളർത്തിയ എൻ്റെ മകളാണ്. നാളെ അവളുടെ നിക്കാഹാണല്ലോ. ആ നിക്കാഹ് കഴിയുന്നത് വരെയെങ്കിലും ഒന്ന് നീട്ടിത്തരുമോ? ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ മക്കൾ യതീമീങ്ങളാണ്, അവരനാഥരാണ്. അല്ലാഹു, അവർ പ്രായപൂർത്തിയാകുന്നത് വരെയെങ്കിലും നീ ഒന്ന് നീട്ടിത്തരുമോ? ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഒരു സെക്കൻഡ് ഇങ്ങോട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരികയില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്യാനുള്ള ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട്. നമുക്ക് അദ്കാറുകൾ ചെല്ലാനും, നമുക്ക് ഖുർആൻ ഓതാനും, ഇതുപോലെ വിജ്ഞാന സദസ്സുകളിൽ വന്നിരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് ഇത്തികാഫിരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് നന്മകളിലേക്ക് മുന്നേറുവാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഈ അവസരങ്ങൾക്കെല്ലാം വിലക്ക് വീഴുന്ന, ഈ സമയമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഖാല റബ്ബിർജിഊൻ, മനുഷ്യൻ പറയുമെന്നാണ്, റബ്ബേ ഒന്ന് തിരിച്ചയക്കുമോ? റബ്ബേ ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചയക്കുമോ? എൻ്റെ കുടുംബത്തിലേക്കൊന്ന് തിരിച്ചയക്കുമോ? മനുഷ്യൻ ആ സമയത്ത് കരയുമെന്ന്, മനുഷ്യൻ ആ സമയത്ത് കേഴുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ നിമിഷത്തിൽ എന്തോ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ് ദുനിയാവിലേക്ക് തിരിച്ചു പോകുന്നത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ധാരാളം നന്മകളുണ്ട് റബ്ബേ. ഇപ്പോഴും നമസ്കാരം ഒന്ന് കൃത്യമാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഖുർആൻ പാരായണം ഒന്ന് കൃത്യമാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, നന്മകളിലേക്ക് മുന്നേറുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, റബ്ബിർജിഊൻ, ആ മനുഷ്യൻ മരണസമയത്ത് കരയുമെന്നാണ്, റബ്ബേ ഒന്ന് തിരിച്ചയക്കുമോ? ദുനിയാവിലേക്കൊന്ന് തിരിച്ചയക്കുമോ? വിട്ടേച്ചു പോയ നന്മകളെല്ലാം ചെയ്യുവാൻ ദുനിയാവിലേക്കൊന്ന് തിരിച്ചയക്കുമോ? സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹു പറഞ്ഞില്ലേ, ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം. എനിക്ക് തോന സമയമൊന്നും വേണ്ടല്ല. ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം മതി, വളരെ ചുരുങ്ങിയ നിമിഷം ഒന്ന് തരുമോ? ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം. എന്താ അള്ളാൻ്റെ മറുപടി? കല്ലാ, വേണ്ടടോ, ഇനി ആ വർത്തമാനം വേണ്ട. 70 വർഷം ജീവിച്ചിട്ട്, 60 വർഷം ജീവിച്ചിട്ട്, 80 വർഷം ജീവിച്ചിട്ട് അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ് നന്മകൾ ചെയ്യണമെന്ന ബോധം അവനിൽ ഉദിക്കുന്നത്. കല്ലാ, വേണ്ടടോ,
ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. മലക്കുകളെ, അതവൻ്റെ വെറും വർത്തമാനം മാത്രമാണ്. അവനെ തിരിച്ചയച്ചാൽ അവന് ഇനിയും ചെയ്യാനുള്ളത് പഴയ പണി തന്നെയാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ, ഇനി ഖിയാമത്ത് നാൾ വരെ അവനുള്ളത് ബർസഖാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്തുള്ള വിലാപങ്ങൾക്കൊന്നും വിലയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള ഈ അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എത്ര ഭീകരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിൻ്റെ രംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തിൻ്റെ രംഗം പറയുമ്പോൾ അല്ലാഹ് പറയാണ്, കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ. റൂഹെങ്ങാനും തൊണ്ടക്കുഴിയിലെത്തിയാൽ, പെരുവിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുഴിയിലെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഗർ 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 ശബ്ദമുണ്ടാകും. തൊണ്ടക്കുഴിയിൽ റൂഹെത്തുമ്പോൾ ഗർ ഗർ ശബ്ദമുണ്ടാകും. ആർത്തുരച്ചു വരുന്ന ഒരു മഹാസമുദ്രം മുന്നിലുണ്ടെങ്കിൽ അത് മുഴുവൻ കുടിച്ചു തീർക്കാൻ മാത്രം ദാഹമുള്ള ഒരു രംഗം. ആ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് പോലും പ്രവാചകൻ്റെ അരികിൽ ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി അതിലേക്ക് ഇങ്ങനെ കൈവെക്കും, നെറ്റിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും. ഇന്ന് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 23 വർഷം താൻ ഉയർത്തിപ്പിടിച്ച ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ. ആ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ വഖീല മൻ റാഖ്. ആരുണ്ടടോ ഒന്ന് മന്ത്രിച്ചു തരുവാൻ, ആ വേദനയിൽ നിന്നൊന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുണ്ട്? ഇപ്പം നമുക്കിങ്ങനെ രോഗം വന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് ബെഡിൽ കടന്നാലും നമ്മുടെ ഭാര്യ ഇങ്ങനെ ബെഡിനെ തമ്പത്ത് വന്നിരിക്കും. ഇക്കാക്ക് വെള്ളം എന്തെങ്കിലും വേണോ, ചൂടുവെള്ളം വേണോ, ബ്രെഡ് വേണോ, ബെന്ന് വേണോ? നമ്മുടെ മക്കൾ വരും. നമ്മുടെ മക്കൾക്ക് രോഗമായി കഴിഞ്ഞാൽ നമ്മൾ വരും. പൈസ അല്ലേ, അയൽവാസികൾ സഹായിക്കും. ആശുപത്രിയെ കൊണ്ടുപോകണോ, ചികിത്സക്ക് പണം വേണോ, നാട്ടുകാർ സഹായിക്കും. സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ആ വേദനയിൽ നിന്നൊന്ന് മന്ത്രിച്ചു തരുവാൻ ആരുണ്ട്? വലന്ന അന്നഹുൽ ഫിറാഖ്. അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. ഈ ആയത്ത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു ആയത്താണ്. വലന്ന അന്നഹുൽ ഫിറാഖ്. അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. ഖുർആൻ മരണത്തിന് ഉപയോഗിച്ച ഒരു പദം ഫിറാഖ് എന്നാണ്. ഫിറാഖ് എന്ന് പറഞ്ഞാൽ എന്താ? വേർപാട്. ഇനിയൊരു തിരിച്ചുവരവില്ല. ഒരു പനി വന്നാലും, ഒരു വലിയ അസുഖം വന്നാലും, ആശുപത്രിയിലേക്ക് പോയി ചികിത്സ കഴിഞ്ഞ് 5 ദിവസം കടന്നാൽ 6 ദിവസം കടന്നാൽ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് തിരിച്ചു പോകാം എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പ്രവാസ ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാലും 2 വർഷം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, മരണമെന്ന് പറഞ്ഞാൽ ഫിറാഖ്. ഇനി വീട്ടിലേക്കൊരു തിരിച്ചുപോക്കില്ല. ഇനി മക്കളുടെ അടുത്തേക്കൊരു തിരിച്ചുപോക്കില്ല. ഇനി ഭാര്യയുടെ അടുത്തേക്കൊരു തിരിച്ചുപോക്കില്ല. വലന്ന അന്നഹുൽ ഫിറാഖ്. അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. ഒരുപക്ഷെ നമ്മുടെ ഉമ്മയുടെ മയ്യത്തിൻ്റെ ആ കഫം പുടവ മാറ്റി ഉമ്മയുടെ നെറ്റിയിൽ അവസാനമായി ചുംബനങ്ങൾ നൽകിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉപ്പയുടെ ആ മയ്യത്തിൻ്റെ കട്ടിൽ തോളിലേറ്റി ഖബർസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി ഉപ്പയെ മറമാടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഖുർആൻ്റെ പ്രയോഗം നോക്കുങ്ങൾ. എൻ്റെ ഉമ്മ മരിച്ചത് നോക്ക്, എൻ്റെ അപ്പ മരിച്ചത് നോക്ക്. ഇതൊന്നുമല്ല ഖുർആൻ്റെ പ്രയോഗം. വലന്ന അന്നഹുൽ ഫിറാഖ്. അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. ഞാനറിയും എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവരെ വിട്ടേച്ചുകൊണ്ട് ഞാൻ മരണപ്പെടാൻ പോവുകയാണ്. എൻ്റെ ചുറ്റുമുള്ളവരെ വിട്ടേച്ചുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ അറിയുന്ന നിമിഷം, പ്രിയമുള്ളവരെ, ആ സമയത്ത് ചുറ്റുമുള്ളവരെല്ലാം ഓടി നടക്കുകയാണ്. നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ജനാസ സംസ്കരണത്തിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചുറ്റുമുള്ളവരെല്ലാം ഓടി നടക്കുമ്പോഴും നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം കരയുമ്പോഴും
പുഞ്ചിരി തൂകിയ മുഖവുമായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മരണം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുവഹിദീങ്ങളായി ഇസ്തിഖാമത്തോടു കൂടിയുള്ള മരണം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉളുഹിയത്തിന് പോത്തിനറക്കണ രംഗം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉളുഹിയത്തിന് പോത്തിനറക്കണ രംഗം പ്രിയമുള്ളവർ, അതുപോലെയാണ് നമ്മുടെ മരണം. പോത്തിനർത്ഥം എന്താ ഉണ്ടാവുക? ആ പോത്തിൻ്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങാൻ തുടങ്ങും, പോത്തിൻ്റെ താടിയെല്ലുകൾ ഇങ്ങനെ താഴാൻ തുടങ്ങും, പോത്തിൻ്റെ കാലുകൾ തമ്മിൽ കൂടിപ്പിണയാൻ തുടങ്ങും. ഇതുപോലെ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. കണങ്കാലുകൾ തമ്മിൽ വിപരീത ദിശയിലേക്ക് പിരിഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണത്. ഇപ്പം നമുക്ക് മറ്റുള്ളവരോട് കുറേ ബാധ്യതകളുണ്ട്. അൽ ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട്. കണ്ടുമുട്ടിയാൽ സലാം പറയണം, തുമ്മിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ യർഹമുക്കല്ലാ പറയണം, ഉപദേശം വെച്ച് ഉപദേശം കൊടുക്കണം. അങ്ങനെ 6ഓളം ബാധ്യതകൾ. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മോട് മറ്റുള്ളവർക്ക് ബാധ്യതകൾ വരുന്ന ദിവസമാണ്. റൂഹ് പിടിച്ച് മുകളിലേട്ട് പോയി കഴിഞ്ഞാൽ കൃഷ്ണമണി ആ റൂഹിനെ പിന്തുടരും, കണ്ണ് വെള്ള നിറമായി തീരും. ആ സമയത്ത് ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ് കണ്ണൊന്നടച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ താടിയെല്ലുകൾ തൂങ്ങും, ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് അതൊന്ന് ചെവിയിലേക്ക് കൂട്ടിക്കെട്ടേണ്ടത് ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ്. വിപരീത ദിശയിലേക്ക് പിരിഞ്ഞു നിൽക്കുന്ന കണങ്കാലുകൾ ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടേണ്ടത് ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ്. ആ സമയം നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി പ്രിയമുള്ളവരെ നന്മകളിലേക്ക് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അല്ലാഹു അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. സ്വഹാബത്ത് ചോദിക്കാൻ, റസൂലെ കൈഫസ്തഅമലഹു, എങ്ങനെ പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുവഫിഖില്ലാഹു, അല്ലാഹു അവന് തൗഫീഖ് കൊടുക്കും അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൗഫീഖ് നൽകും. അതുകൊണ്ട് നന്മകളിലേക്ക് മുന്നേറുവാൻ നമ്മുടെ ദീനിലുള്ള സ്ഥലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദീനിലുള്ള സ്പേസ്. മദീന പള്ളിയിൽ രാത്രിയിൽ ജനാസ നമസ്കാരം നടക്കുന്നു. സ്വഹാബത്തെല്ലാം ഒരു സ്ത്രീക്ക് വേണ്ടി രാത്രിയിൽ ജനാസ നമസ്കരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല, പ്രവാചകൻ ഉറങ്ങാണ്. ജനാസ നമസ്കരിച്ച് ആ സ്ത്രീയെ കൊണ്ടുപോയി സ്വഹാബത്ത് മറമാടുന്നു. പിറ്റേ ദിവസം രാവിലെ റസൂലുള്ളാഹിയോട് വിവരമറിയിക്കുന്നു. ജനാസ നമസ്കാരത്തിന് വിളിക്കാത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി അവരോട് കോപിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം വരുന്നു. എന്തിനു വേണ്ടി? ഒരു സ്ത്രീയുടെ ജനാസ നമസ്കരിക്കാത്തതിനു വേണ്ടി. ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ ജനാസ നമസ്കാരത്തിന് വിളിക്കാത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കോപിക്കുന്നു. ആരാണവൾ? മദീന പള്ളിയിൽ റസൂലുള്ളാഹിയും സ്വഹാബത്തും നമസ്കരിച്ചിരുന്ന സ്ഥലം അടിച്ചു വാരിയിരുന്ന, വൃത്തിയാക്കിയിരുന്ന സ്ത്രീയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടി അവളുടെ ഖബറിനരികിലേക്കെത്തി അവിടെ വെച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി നമസ്കരിക്കുന്നു. അവളുടെ ദീനിലുള്ള സ്ഥാനം, സ്പേസ് അവൾ കണ്ടെത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ദീനിലെ സ്ഥാനം എവിടെയാണ്? മരണത്തിന് മുമ്പ് ദീനിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ, ഒരു സ്പേസ് കണ്ടെത്താൻ, ഒരിടം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. 2 രൂപത്തിലുള്ള മരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. 2 രൂപത്തിലുള്ള മരണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസ്വാരി സ്വഹാബി മരണപ്പെട്ടപ്പോൾ ആ അൻസാരിയുടെ ഖബറിനരികിലേക്ക് റസൂലുള്ളാഹിയും സ്വഹാബാക്കളും പുറപ്പെടുകയാണ്. അവിടെ എത്തിയപ്പോൾ വലമ്മാ യുൽഹദ്, ഖബറിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. സ്വഹാബത്ത് അവിടെ കാത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നു. സ്വഹാബത്ത് പ്രവാചകൻ്റെ ചുറ്റും കൂടിയിരുന്നു. സ്വഹാബി പറയാണ്, കഅന്നമാ അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലക്ക് മുകളിൽ ഒരു കിളിയുള്ളതുപോലെ. അഥവാ ഒരു കിളി വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എത്ര ശ്രദ്ധയോടുകൂടിയിരിക്കണം, അതുപോലെ ഞങ്ങൾ അനങ്ങാതിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. യൻകുതു ഫിൽ അർള്, ആ വടി കൊണ്ട് റസൂലുള്ളാഹി മണ്ണിൽ എന്തോ ഇങ്ങനെ വരക്കാണ്. എന്നിട്ട് തലയുയർത്തിയിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇസ്തഈദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഇസ്തഈദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഇസ്തഈദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണേ.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിലുള്ള മരണങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഹദീസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. രണ്ട് രൂപത്തിലുള്ള മരണങ്ങൾ എങ്ങനെയാണത്? റസൂലുള്ളാഹി പറയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ. ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നിൽക്കുന്ന, ആഖിറത്തിലേക്ക് അടുക്കുന്ന അഥവാ മരണത്തിൻ്റെ ആ സമയത്ത് നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീളുൽ വുജൂഹ്, നല്ല വെളുവെളുത്ത മുഖമുള്ള മലായിക്കത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. കഅന്ന വുജൂഹഹുമുശ് ശംസ്, അവരുടെ മുഖം കാണാൻ നല്ല പ്രകാശമുള്ള സൂര്യനെ പോലെയായിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിലെ കഫംപുടവകളുണ്ടാകും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗീയ സുഗന്ധങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാകും. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ സുമ്മ യജീഉ മലക്കുൽ മൗത്ത് ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, എന്നിട്ട് മലക്കുകൾ വന്ന് അവൻ്റെ തലക്കരികിലിരിക്കും. അതിനുശേഷം മലക്കുൽ മൗത്ത് വന്ന് അവൻ്റെ തലക്കരികിലിരിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് അവനോട് പറയും, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഓ ശുദ്ധമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അതുപോലെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും പാപമോചനത്തിലേക്കും നീ പുറത്തേക്ക് വാ. റസൂലുള്ളാഹി പറയുന്ന, ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴിച്ചാൽ എത്ര ലളിതമായി അത് പുറത്തേക്ക് വരുമോ അതുപോലെ ആ ആത്മാവ് പുറത്തേക്ക് വരും. ആ ആത്മാവ് പുറത്തേക്ക് വന്നാൽ മലക്കുൽ മൗത്ത് അതിനെ സ്വീകരിക്കും. ഫഇദാ അഖദഹാ ലം യദഉഹാ ഫീ യദിഹി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും തൻ്റെ കൈകളിൽ അത് വെക്കുകയില്ല. അത് തൻ്റെ കൂടെയുള്ള മലക്കുകളുടെ ആ സ്വർഗീയ കഫംപുടവയിലേക്ക് ആ മയ്യത്തിനെ, ആ ആത്മാവിനെ മലക്കുൽ മൗത്ത് ഇട്ടുകൊടുക്കും. ഫയഖ്റുജു മിൻഹാ കഅത്യബി നഫഖതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർള്, ആ മയ്യത്തിൽ നിന്നൊരു സുഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഭൂമിയിൽ അനുഭവിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുഗന്ധമായിരിക്കും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഫയസ്അദൂന ബിഹാ, ആ ആത്മാവുമായി മലക്കുകൾ ആകാശത്തിലേക്ക് കയറി തുടങ്ങും. ഓരോ ആകാശത്തിലെത്തുമ്പോഴും അവിടെയുള്ള മലായിക്കത്തുകൾ ചോദിക്കും, മാ ഹാദർ റൂഹു ത്വയ്യിബു, ഈ ശുദ്ധമായ ആത്മാവ് ആരുടേതാണ്? അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇന്നവൻ്റെ മകൻ ഇന്നവൻ്റെ ആത്മാവാണ്. അങ്ങനെ ഏഴാം ആകാശത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ നിങ്ങൾ എൻ്റെ അടിമയുടെ പേര് എഴുതി വെക്കൂ. എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കൂ. കാരണം ഭൂമിയിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്, ഭൂമിയിലേക്ക് തന്നെ അവൻ തിരിച്ചു പോകണം. മറ്റൊരു തവണ ഭൂമിയിൽ നിന്ന് തന്നെയാണ് അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക. ഫതുആദു റൂഹുഹു, അവൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് തിരിച്ചയക്കും. അങ്ങനെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ രണ്ട് മലക്കുകൾ വരും. ഫയുജ്ലിസാനിഹി, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിൻ്റെ റബ്ബാരാണ്? അവൻ പറയും, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ്. മാ ദീനുക, നിൻ്റെ ദീൻ ഏതാണ്? ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. നിന്നിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാരാണ്? അത് മുഹമ്മദുൻ റസൂലുള്ളാഹിയാണ്. ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, അൻ സ്വദഖ്ത അബ്ദി, എൻ്റെ അടിമ, അൻ സ്വദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫഅഫ്രിഷൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വിരി നിങ്ങൾ അവന് വിരിച്ചു കൊടുക്കുക. വ അൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം നിങ്ങൾ അവനെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ നിങ്ങൾ അവന് തുറന്നിട്ട് കൊടുക്കുക. ഫയഅതീഹി മിൻ റൗഹിഹാ വത്വീബിഹാ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അതിൻ്റെ സുഗന്ധവും അതിൻ്റെ പരിമളവുമെല്ലാം അവൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസ്രിഹി, അവൻ്റെ ഖബർ വിശാലമാകാൻ തുടങ്ങും. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി, ആ സമയത്ത് അവൻ്റെ ഖബറിലേക്ക് നല്ല മുഖമുള്ള ഒരു മനുഷ്യൻ കടന്നു വരും. ഹസനു സിയാബ്, നല്ല വസ്ത്രമായിരിക്കും അയാൾ ധരിച്ചിട്ടുണ്ടാവുക. ത്വയ്യിബുർ റീഹ്, നല്ല സുഗന്ധമായിരിക്കും അയാളിൽ നിന്ന് പുറത്തേക്ക് വരിക. ആ മനുഷ്യൻ വന്നുകൊണ്ട് പറയും, അബ്ശിർ ബില്ലദീ യസുറുക, നിനക്ക് ലഭിച്ച ഈ എളുപ്പങ്ങൾ കൊണ്ട്, ഈ സന്തോഷങ്ങൾ കൊണ്ട് നീ സന്തോഷിക്കുക. അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കും, മൻ അന്ത, നീ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം കണ്ടാൽ നന്മകളുമായി വന്നവനെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ആ വന്ന മനുഷ്യൻ പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ ദുനിയാവിലെ സൽക്കർമ്മങ്ങളാണ്. നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത സൽക്കർമ്മങ്ങളുണ്ടല്ലോ, നിൻ്റെ നമസ്കാരങ്ങൾ, നിൻ്റെ നോമ്പുകൾ, നിൻ്റെ ഖുർആൻ പാരായണങ്ങൾ, നിൻ്റെ തഹജ്ജുദുകൾ,
നിന്റെ തൗബകൾ, നിന്റെ ഇസ്തിഗ്ഫാറുകൾ, നിന്റെ ദുനിയാവിലെ നന്മകളാണ് ഞാൻ. അന അമലുക സ്വാലിഹ്. അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതാണ്, റബ്ബി അഖിമിസ്സാഅ, റബ്ബേ അന്ത്യനാളൊന്ന് സംഭവിക്കണേ. കാരണം അയാൾക്കിനി വരാനുള്ളത് സ്വർഗീയ സുഗന്ധങ്ങളാണ്, സ്വർഗീയ അനുഗ്രഹങ്ങളാണ് എന്ന് ആ മനുഷ്യനറിയാം. ഇതാണ് പ്രിയമുള്ളവരെ ഒന്നാമത്തെ മരണം. രണ്ടാമത്തെ ഒരു മരണം റസൂലുള്ളാഹി പഠിപ്പിച്ചു, വ ഇന്നൽ അബ്ദൽ കാഫിറ, ഒരു കാഫിറായ അവിശ്വാസിയായ തെമ്മാടിയായ മനുഷ്യൻ ദുനിയാവിൽ നിന്നകലുമ്പോൾ, പരലോകത്തേക്കടുക്കുമ്പോൾ, അഥവാ അവൻ്റെ മരണത്തിൻ്റെ സമയത്ത് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. സൂദുൽ വുജൂഹ്, നല്ല കറുകറുത്ത മുഖമായിരിക്കും അവരുടേത്. മഅഹുമുൽ മസൂഹ്, നല്ല പരുക്കൻ കഫംപുടവകളായിരിക്കും അവരുടെ കൈകളിലുണ്ടാവുക. അവർ വന്നുകൊണ്ട് അവൻ്റെ കണ്ണത്തും ദൂരത്തിരിക്കും. അതിനുശേഷം മലക്കുൽ മൗത്ത് വരികയും അവൻ്റെ തലക്കരികിലിരിക്കുകയും, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഓ മോശമായ മ്ലേച്ഛമായ ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അള്ളാഹുവിൻ്റെ കോപത്തിലേക്കും അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലേക്കും നീ പുറത്തേക്ക് വരൂ എന്ന് പറയും. അപ്പോൾ ഈ ആത്മാവ് ഇങ്ങനെ ശരീരത്തിൽ കടന്ന് പിടയാൻ തുടങ്ങും. മലക്കുൽ മൗത്ത് ശക്തമായ റൂഹിനെ വലിച്ചെടുക്കും. റസൂലുള്ളാഹി പറയാണ്, ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ട്, അതിൻ്റെ ഉള്ളിൽ കൊളുത്തുകളുള്ള ഒരു വടിയുണ്ടെങ്കിൽ ആ വടി നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അത് എത്ര പ്രയാസം ഉണ്ടായിരിക്കും. കുറച്ച് അവിടെ കൊളുത്തും, കുറച്ച് ഇവിടെ കൊളുത്തും, കുറച്ച് പഞ്ഞി അവിടെ കുടുങ്ങും. അങ്ങനെ വളരെ ശക്തമായി, വളരെ വേദനാജനകമായ രൂപത്തിൽ അവൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വലിച്ചെടുക്കും. അങ്ങനെ ആത്മാവിനെ എടുത്തു കഴിഞ്ഞാൽ മലക്കുകളുടെ കൈകളിലുള്ള ആ പരക്കൻ കഫംപുടവയിലേക്ക് ആ ആത്മാവിനെ വലിച്ചെറിയും. യഖ്റുജു മിൻഹാ കഅത്നി റിയഹിജൻ, ആ ആത്മാവിൽ നിന്ന് ഏറ്റവും മ്ലേച്ഛമായ ചത്തളിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം അതിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഉജിദത് അലാ ലഹ്രിൽ അർളി, ഭൂമിയിൽ അനുഭവിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ഗന്ധമായിരിക്കും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫയസ്അദൂന ബിഹാ, മലക്കുകൾ ആത്മാവുമായി ആകാശത്തിലേക്ക് കയറും. ഒന്നാം ആകാശത്തെത്തുമ്പോൾ തന്നെ മലക്കുകൾ ചോദിക്കും, മാ ഹാദർ റൂഹുൽ ഖബീസ്, ഈ മോശമായ ആത്മാവ് ആരുടേതാണ്? ഇന്നവൻ്റെ മകൻ ഇന്നവൻ്റേതാണ്. അവന് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ആകാശത്തിൻ്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. അവനെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുകയും അവൻ്റെ ഖബറിലേക്ക് മലക്കുകൾ വരികയും, മൻ റബ്ബുക, നിൻ്റെ റബ്ബാരാണ് എന്ന് ചോദിക്കുമ്പോൾ, ഹാ ഹാ ലാദിരി, എനിക്കറിയുകയില്ല എന്നവർ പറയും. നിൻ്റെ ദീൻ ഏതാണ്? ഹാ ഹാ ലാദിരി, എനിക്കറിയുകയില്ല. ആകാശത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയും, അൻ കദബ അബ്ദി, എൻ്റെ അടിമ കളവ് പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിശൂഹു മിനന്നാർ, അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള വിരി നിങ്ങൾ അവന് നൽകുക. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള ഒരു വാതിൽ നിങ്ങൾ അവന് തുറന്നു കൊടുക്കുക. ഫയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, നരകത്തിൻ്റെ ആ ചൂടും അതിലെ ഉഷ്ണക്കാറ്റുമെല്ലാം അവൻ്റെ ഖബറിലേക്ക് വരാൻ തുടങ്ങും. വയുളയ്യഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ അലൈഹി അദ്ലാഉഹു, അവൻ്റെ വാരിയെല്ലുകൾ കൂടിപ്പിണയുമാറ് അവനെ ഖബറെടുക്കാൻ തുടങ്ങും. ഖബർ ശക്തമായി അവനെ ഞെരുക്കാൻ തുടങ്ങും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, ഖബറിലേക്ക് നിന്നെ ഇറക്കി വെച്ചാൽ ഖബറിനൊരു ആലിംഗനമുണ്ട്. ആ ആലിംഗനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ ലഭിച്ച മുഴുവൻ ആലിംഗനങ്ങളും നീ മറന്നുപോകും. അത്രയും ശക്തമായ രൂപത്തിൽ ഖബർ ഞെരുക്കാൻ തുടങ്ങും. വയഅതീഹി റജുലുൻ ഖബീഹുൽ വജ്ഹ്, അപ്പം മോശമായ മുഖമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ഖബറിലേക്ക് കടന്നു വരും. വഖബീഹു സിയാബ്, മോശമായ രൂപത്തിലാണ് വസ്ത്രം ധരിച്ചിട്ടുള്ളത്. വഖബീ മുൻതിനു റീഹ്, നല്ല മോശമായ മ്ലേച്ഛമായ ഗന്ധമാണ് അയാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അബിഷിർ ബില്ലദീ യസൂഉക, നിനക്ക് ലഭിച്ചിട്ടുള്ള ഈ മോശമായ അവസ്ഥകൾ അതുകൊണ്ട് നീ സന്തോഷിക്കുക എന്ന് ആ വന്ന മനുഷ്യൻ പറയും. അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന ആൾ ചോദിക്കും, മൻ അൻത, നീ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിശ്ശർ, നിൻ്റെ മുഖം കണ്ടാൽ മോശമായ വാർത്തകളുമായി വന്ന ഒരു മനുഷ്യനെ പോലെയുണ്ടല്ലോ. അപ്പോൾ ഈ വന്ന ആൾ പറയും, അന അമലുക്കൽ ഖബീസ്, ഞാൻ നിൻ്റെ ദുനിയാവിലെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നീ ദുനിയാവിൽ ചെയ്ത മോശമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ, കണ്ണുകൊണ്ട് കണ്ട ഹറാമുകളുണ്ടല്ലോ, കാതുകൊണ്ട് കേട്ട സംഗീതമുണ്ടല്ലോ, നാവ് കൊണ്ട് സംസാരിച്ച കളവും ഗീബത്തും നമീമത്തുമുണ്ടല്ലോ, നിന്റെ ഹറാമുകളാണ്, നിന്റെ ഖബീസായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ് ഞാൻ.
അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് പ്രാർത്ഥിക്കുന്നതാണ് റബ്ബിലാ തുഖിമിസ്സാ, അള്ളാഹുവേ ഒരിക്കലും അന്ത്യനാൾ സംഭവിക്കരുതേ. പ്രിയമുള്ളവരെ, ഇതാണ് 2 മരണങ്ങൾ. ഇതിലേത് മരണം നമുക്ക് വേണം? തീരുമാനിക്കേണ്ട അവസരമുള്ളത് തീരുമാനിക്കാൻ നമുക്കാണ് അവസരമുള്ളത്. നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. ആ മരണസമയത്തും അതിനുശേഷമുള്ള മരണാനന്തര ജീവിതത്തിലും വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഒറ്റക്കാകുന്ന ആ ദിവസത്തിൽ നമുക്ക് വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കേണ്ടത് നമ്മളാണ്. ഒറ്റക്കാകുന്ന ദിവസത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വഖ്ശൗ യൗമ, ഒരു ദിവസത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. ആ ദിവസത്തിൻ്റെ പ്രത്യേകത, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഒന്നും ചെയ്തു കൊടുക്കാത്ത, മാതാപിതാക്കളെ കൊണ്ട് മക്കൾക്ക് ഉപകാരമില്ലാത്ത ആ ഒരു ദിവസത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. 40 വർഷം 50 വർഷം എന്തിനാണ് പ്രവാസ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്? എന്തിനാണ്? മക്കൾക്ക് വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം നമ്മൾ തീർത്തത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ആ മക്കൾ നാളെ പരലോകത്ത് വന്ന് മാതാപിതാക്കളെ, എൻ്റെ ഉപ്പയെ നരകത്തിലേക്ക് എറിഞ്ഞുകൊള്ളൂ, എൻ്റെ ഉമ്മയെ നരകത്തിലേക്ക് എറിഞ്ഞുകൊള്ളൂ എന്ന് പറയുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്കറിയാം, ഇവിടെ കോട്ടക്കൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ വർഷം ഒരു ബസ് അപകടം ഉണ്ടായല്ലോ. ബസ് കത്തി, പൂക്കിപ്പറമ്പാണ് എൻ്റെ ഓർമ്മ. ബസ് കത്തി എല്ലാവരും രക്ഷപ്പെട്ട് പുറത്തേക്കിറങ്ങി. ഒരു ഉപ്പ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തൻ്റെ മകൾ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കിയത്. ഉള്ളിലേക്ക് കയറി മകളെ പുറത്തേക്ക് രക്ഷിച്ച് ഉപ്പ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തുണിയിൽ ഒരല്പം തീ കത്തി. ആ ഉപ്പ അവിടെ വെച്ചുകൊണ്ട് വെന്ത് മരിച്ചു. വാർത്ത നമ്മൾ കേട്ടതാണ്. പ്രിയമുള്ളവരെ, ഈ ഉപ്പ നാളെ പരലോകത്ത് വരില്ലേ? ഈ മകൾ നാളെ പരലോകത്ത് വരില്ലേ? ഈ ഉപ്പാക്ക് മകൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത, ഈ മകൾക്ക് ഉപ്പാക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണ് എന്ന് മാത്രമല്ല, ഈ മകൾ പോലും പറയും, റബ്ബേ എൻ്റെ ഉപ്പയെ നരകത്തിലേക്കിട്ടോ. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഅവീഹി വമൻ ഫിൽ അർളി ജമീഅ സുമ്മ യുൻജീഹി. അല്ലാഹുവിൻ്റെ ഭാര്യയെ നരകത്തിലേക്കിട്ടോ, ഒപ്പം കൂടെ കിടക്കുന്ന ഭാര്യയെ, ഭർത്താവിനെ നരകത്തിലേക്കിട്ടോ. വഫസീലതിഹി അല്ലതി തുഅവീഹി, എൻ്റെ കുടുംബക്കാരെ നരകത്തിലേക്കിട്ടോ. വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലെ മുഴുവൻ ആളുകളെയും നരകത്തിലേക്കിട്ടോ. സുമ്മ യുൻജീഹി, അല്ലാഹ് എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക, എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? ആ ദിവസത്തിന് വേണ്ടി, ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എത്ര നമസ്കാരങ്ങളുണ്ട്, എത്ര സ്വലാത്തുകളുണ്ട്, എത്ര അദ്കാറുകളുണ്ട്, എത്ര സ്വതക്കകളുണ്ട്, എന്ത് നന്മകളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ മുൻഗാമികൾ പോലും ഒരു പ്രതീക്ഷയോടും കൂടി കഴിഞ്ഞു പോയിട്ടില്ല. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര തവണയാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ സ്വഹാബത്ത് പോലും ഒരു പ്രതീക്ഷയോടെയും കഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ, താബികൾ ഒരു പ്രതീക്ഷയോടെയും കഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ നമുക്കെന്ത് പ്രതീക്ഷയാണുള്ളത്? മുഅ്ത യുദ്ധത്തിൻ്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്വഹാബത്തിന് സൈന്യാധിപന്മാരായിട്ട് നിയമിക്കുന്നുണ്ട്. 3 സ്വഹാബത്ത്. ഒന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, 2 ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, 3 അബ്ദുല്ലാഹി ബിൻ റവാഹ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഒരു യുദ്ധത്തിന് 3 സൈന്യാധിപന്മാർ? ഒരാൾ പോരെ? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന് അറിയാം ഞാൻ ഷഹീദാവും, ജഅഫർ കൊടിയേറ്റെടുക്കും. ജഅഫറിനറിയാം ഞാൻ ഷഹീദാവും, അബ്ദുള്ള കൊടിയേറ്റെടുക്കും. മരണത്തിൻ്റെ ഡേറ്റും കയ്യിൽ വാങ്ങി അവർ യാത്ര പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോയിട്ടില്ല. പ്രവാചകൻ മദീനയിലിരുന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്തിന് യുദ്ധം ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, സെയ്ദ് കൊടിയേറ്റെടുത്തു, സെയ്ദ് ശക്തമായി പോരാടുന്നുണ്ട്, സെയ്ദിന് വെട്ടേറ്റു സ്വഹാബ, ജഅഫർ കൊടിയേറ്റെടുത്തു.
ജഅഫർ ഇബ്നു അബീ ത്വാലിബും ഷഹീദായി, അബ്ദുള്ള കൊടിയേറ്റെടുത്തു, അബ്ദുള്ളയും ഷഹീദായി. പിന്നീട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആണ് മുസ്ലിമീങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധം കഴിഞ്ഞ് ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ ഞങ്ങൾ കണ്ടു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 90ഓളം അമ്പുകൾ, 90ഓളം വാൾവെട്ടുകൾ ഞങ്ങൾ കണ്ടിരുന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന രംഗമുണ്ട്. റസൂലുള്ളാഹി ചെന്ന് തൻ്റെ ഭാര്യയോട് പറയാണ്, അബ്ശിരി, പെണ്ണെ നീ സന്തോഷിച്ചോ. മുഅ്തയുടെ രണാങ്കണത്തിൽ ജഅഫറിൻ്റെ 2 കൈകൾ മുശ്രിക്കീങ്ങൾ കുത്തിമാറ്റിയിട്ടുണ്ട്. അബ്ശിരി, പെണ്ണെ നീ സന്തോഷിച്ചോ. ജഅഫറിൻ്റെ കുത്തിമാറ്റിയ, ജഅഫറിൻ്റെ അറുത്ത് മാറ്റിയ കൈകൾക്ക് പകരം അള്ളാഹു 2 ചിറകുകൾ വെച്ചു കൊടുക്കുകയും വഹുവ യുതീറു മഅൽ മലായികതി ഫിസ്സമാ, ആകാശത്തിലൂടെ മലക്കുകളുടെ കൂടെ ജഅഫർ പാറിക്കളിക്കുന്നുണ്ട്. പെണ്ണെ അബ്ശിരി, നീ സന്തോഷിച്ചോ. ആ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് വന്ന അതേ മലക്കുൽ മൗത്താണ് പ്രിയമുള്ളവരെ നമ്മിലേക്കും വരാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരാൾ വന്ന് പറയാണ്, റസൂലേ, എൻ്റെ വീടിന് അതിർത്തി വെക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് അയൽവാസിയുടെ ഒരു മരമാണ്, അതും വെട്ടിമുറിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് തന്നാലേ എനിക്ക് അതിര് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ എത്ര ചോദിച്ചിട്ടൊന്നും തരുന്നില്ല, നിങ്ങളൊന്ന് ചോദിക്കുമോ. റസൂലുള്ളാഹി ചെന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ആ മരം താങ്കൾ കൊടുക്കണം. അയാൾ പറഞ്ഞു, ഇല്ല റസൂൽ, ഞാൻ കൊടുക്കൂല. സ്വർഗം തരാം, ആ മരം കൊടുക്കണം. വേണ്ട റസൂൽ, എനിക്ക് സ്വർഗം വേണ്ട, ഞാൻ ആ മരം കൊടുക്കൂല. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ആകെ കേട്ടത് സ്വർഗം തരാമെന്നാണ്. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ഒരു വിശാലമായ, ഒരു സുന്ദരമായ ഈത്തപ്പന തോട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് ഈത്തപ്പനങ്ങളുള്ള ഒരു സുന്ദരമായ തോട്ടം. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നേരെ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ചെന്നു. അബൂദ്ദഹ്ദാഹിൻ്റെ തോട്ടറിയില്ലേ? അതാർക്കാണ് അറിയാത്തത്? അബൂദ്ദഹ്ദാഹിൻ്റെ തോട്ടം മുഴുവൻ തരാം, ആ ഈത്തപ്പന മരം തരുമോ? അബൂദ്ദഹ്ദാഹിൻ്റെ തോട്ടം മുഴുവൻ തരാം, ആ മരം തരുമോ? കച്ചവടം നടന്നു. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ദുനിയാവ് വിറ്റു, സ്വർഗം വാങ്ങി. ആ മനുഷ്യൻ സ്വർഗം വിറ്റു, ദുനിയാവ് വാങ്ങി. റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് എത്തി അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, റസൂലേ, അബൂദ്ദഹ്ദാഹ് തോട്ടം വിറ്റിട്ടുണ്ട്, ആ മരം മേടിച്ചിട്ടുണ്ട്. അബൂദ്ദഹ്ദാഹിന് സ്വർഗത്തിൽ ഈത്തപ്പന മരങ്ങളില്ലേ? അബൂദ്ദഹ്ദാഹിന് സ്വർഗമില്ല റസൂലേ. റസൂലുള്ളാഹിയുടെ മറുപടി, എത്രയെത്ര ഈത്തപ്പന മരങ്ങളാണ് അബൂദ്ദഹ്ദാഹിനെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത്. എത്രയെത്ര ഈത്തപ്പന മരങ്ങളാണ് അബൂദ്ദഹ്ദാഹിനെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത്. ആ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിലേക്ക് വന്ന അതേ മലക്കുൽ മൗത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ അരികിലേക്കും വരാനുള്ളത്. എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? ഇവരുടെ ചരിത്രങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക, എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? സ്വന്തം ശരീരം നൽകിയും നാട് നൽകിയും സ്വത്ത് നൽകിയും സ്വർഗം വാങ്ങിയ ആ സ്വഹാബത്ത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരണത്തിൻ്റെ വേളയിലാണ്. അദ്ദേഹം സ്വഹാബത്തിനോട് ചോദിക്കാണ്, നേരം പുലർന്നോ, നിങ്ങളൊന്ന് നോക്ക്. അപ്പോൾ ഓല് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇല്ല മുആദ്, നേരം പുലർന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കാണ്, നേരം പുലർന്നോ? അതേ മുആദ്, നേരം പുലർന്നിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കാണ്, അഊദു ബില്ലാഹി മിൻ ലൈലത്തി സ്വബാഹിഹാ ഇലന്നാർ. ഈ സുബഹിൽ മുആദ് മരണപ്പെടുമ്പോൾ മുആദ് നരകത്തിലായിരിക്കുമോ സ്വർഗത്തിലായിരിക്കുമോ, ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ആരാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, മുആദ് ഇബ്നു ജബലിൻ അമാമൽ ഉലമാഇ യൗമൽ ഖിയാമത്തി ബിറത്വത്തിൻ. മുആദ് ഇബ്നു ജബൽ പരലോകത്ത് വരിക ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ മുന്നിലായിരിക്കും. പണ്ഡിതന്മാരുടെ നേതാവായിക്കൊണ്ട് മുആദ് ഇബ്നു ജബൽ വരും. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹറാമിനെക്കുറിച്ചും ഹലാലിനെക്കുറിച്ചും അറിവുള്ള മഹാനായ സ്വഹാബി. ആ സ്വഹാബി പോലും രക്ഷ തേടുകയാണ്. സുഫിയാനു സൗരി റഹ്മഹുല്ല മരണത്തിൻ്റെ വേളയിൽ അദ്ദേഹം ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥനായിരിക്കുകയാണ്. ഹമ്മാദ് ബിൻ സലമ റഹ്മഹുല്ല വന്ന് പറയാണ്, സുഫിയാൻ, താങ്കൾ സന്തോഷിക്കുക, എന്തിനാ ബേജാറാവണ്? ഇസ്ലാമിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചില്ലേ, താങ്കൾ സന്തോഷിക്കുക. സുഫിയാനു സൗരി റഹ്മഹുല്ലയുടെ മറുപടി, യാ ഹമ്മാദ്, ഓ ഹമ്മാദേ, അതളുന്നു അന്ന മിസ്ലി യൻജൂ മിനന്നാർ.
അതളുന്നു അന്ന മിസ്ലി യൻജൂ മിനന്നാർ, എന്നെപ്പോലുള്ളവർ നരകത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഹമ്മാദ്? എന്നെപ്പോലുള്ളവർ നരകത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഹമ്മാദ്? ആയിരക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളാക്കിയ, ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ ഒരു മദ്ഹബിന്റെ വക്താവായ മഹാപണ്ഡിതന്റെ അവസാനത്തെ ചോദ്യമാണ് തളുന്നു അന്ന മിസ്ലി യൻജൂ മിനന്നാർ. ഹമ്മാദ്, എന്നെപ്പോലുള്ളവർ നരകത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അവസാന വേള ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നമ്മുടെ ഉമ്മ, 2000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തിൻ്റെ സമയത്ത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് അവരുടെ മറുപടി, അബ്ബാസെ, ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അന്നീ കുന്തു നസിയം മൻസിയ, ആരാരും അറിയപ്പെടാത്ത ഒരു സ്ത്രീയായിരുന്നു ഞാനെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചതുപോലെ, അവർ പറഞ്ഞതുപോലെ അന്നീ കുന്തു നസിയം മൻസിയ, എല്ലാവരാലും മറക്കപ്പെടുന്ന, ആരാരും അറിയപ്പെടാത്ത ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്നാണ് അബ്ബാസിൻ്റെ മകനെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. പ്രിയമുള്ളവർ, എന്തായിരിക്കും ഇപ്പോൾ നമ്മുടെ അവസ്ഥ? അള്ളാഹു ഈമാനുള്ള മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാന സമയത്ത് മകൻ അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെ മടിയിലാണ്. കുത്തേറ്റ് കുറച്ച് മുന്തിരിച്ചാറ് നൽകിയാൽ, അല്ലെങ്കിൽ വെള്ളം നൽകിയാൽ അത് പുറത്തേക്ക് ഇങ്ങനെ പോവും കുടൽമാലയിലൂടെ. അങ്ങനെ പ്രയാസം സഹിച്ച് നിൽക്കുമ്പോൾ തല മകൻ്റെ മടിയിൽ ഇങ്ങനെ ആക്കി കിടക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, മോനെ, ലഖദ്ദീ ഫിൽ അർള്, ഉപ്പയുടെ കവിളൊന്ന് മോൻ നിലത്തേക്ക് വെക്ക്, ഉപ്പയുടെ കവിളൊന്ന് മോൻ മണ്ണിലേക്ക് വെക്ക്, ഉപ്പയുടെ ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും ഉപ്പയുടെ റബ്ബൊന്ന് പുറത്തു തരട്ടെ. അതുപോലെ അദ്ദേഹം പറയാണ്, ലൗ അന്നലി തുലാഅൽ അർളി ദഹബ, ഈ ഭൂമി മുഴുവൻ എനിക്ക് സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാഹി ഖബ്ല അൻ ഉറാഹ്, അള്ളാഹുവിനെ ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പേ അവൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ദണ്ഡമായി നൽകിയിരുന്നു. ഈ ഭൂമി മുഴുവൻ സ്വർണമുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഫിദിയയായി ദണ്ഡമായി നൽകുമായിരുന്നു. ഇതാരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമറും ഫിൽ ജന്ന, ജീവിച്ചിരിക്കുമ്പോൾ പറയാണ് ഉമർ സ്വർഗത്തിലാണ്. ഉമർ സ്വർഗത്തിലാണ് കേട്ടോ. ലൗ കാന ബഅദീ നബിയ്യുൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, അവിടെ സ്വർണത്തിൻ്റെ ഒരു കൊട്ടാരം കണ്ടു. അത് ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ചോദിച്ചപ്പോൾ ലിശാബിൻ മിൻ ഖുറൈശ്, ഖുറൈശികളിലുള്ള ഒരു യുവാവിനുള്ളതാണ്. ലിഉമർ ബിനുൽ ഖത്താബ്, അത് ഖത്താബിൻ്റെ മകൻ ഉമറിനുള്ളതാണ് എന്ന് മലക്കുകൾ എന്നോട് പറഞ്ഞു. ആ ഉമർ റളിയല്ലാഹു അൻഹു പോലും അവസാന വേളയിൽ ഇങ്ങനെയായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. മരണത്തിന് മുമ്പ് ധാരാളം നന്മകളിലേക്ക് മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കേട്ടാലും മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ ദുനിയാവിനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയല, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വത്തദറൂനൽ ആഖിറ, അവർക്കിഷ്ടം ദുനിയാവാണ്, അവർ പരലോകത്തെ വെടിഞ്ഞു കളയുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ദുനിയാവിൽ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കാൻ പോയാൽ ഏറ്റവും മുന്തിയത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയി, അപ്പോൾ അങ്ങനെ കടക്കാരൻ പറയുകയാണ്, ഇതെടുത്താൽ 5 കൊല്ലത്തെ വാറൻറ്റി ഉണ്ട്, ഇതെടുത്താൽ 3 കൊല്ലത്തെ വാറൻറ്റിയാണ്. 10 റുപ്യ കൂടിയാലും കുഴപ്പമില്ല, 5 കൊല്ലം വാറൻറ്റി ഇല്ല തന്നെ ആയിക്കോട്ടെ, നല്ല തന്നെ നമ്മൾ നോക്കിയെടുക്കും. ദുനിയാവും ആഖിറവും കമ്പയർ ചെയ്യുമ്പോൾ എത്ര വ്യത്യാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, മത്താഉദ് ദുനിയാ ഖലീൽ, ദുനിയാവിലെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്.
വൽ ആഖിറതു ഖൈറുൽ ലിമനിത്തഖാ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പരലോകമാണ് എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക റസൂലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ പരലോകം തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മരണം നമുക്ക് ആശ്വാസമാകുമോ മറ്റുള്ളവർക്ക് ആശ്വാസമാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മുടെ മരണം നമുക്ക് ആശ്വാസമാകുമോ മറ്റുള്ളവർക്ക് ആശ്വാസമാകുമോ? അങ്ങനെ 2 മരണങ്ങളുണ്ടത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻഹു. ചില മരണങ്ങൾ മരണപ്പെട്ട വ്യക്തിക്ക് ആശ്വാസമാണ്, ചില മരണങ്ങൾ മരണപ്പെട്ട വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് ആശ്വാസമാണ്. എന്ന് റസൂലുള്ളാഹി പറയാണ്, അൽ അബ്ദുൽ മുഅ്മിനു യസ്തരീഹു മിൻ നസ്ബിദ് ദുനിയ വ അദാഹാ ഇലാ റഹ്മത്തില്ലാ. ഒരു മുഅ്മിനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനാണ് എങ്കിൽ അയാളുടെ മരണം ദുനിയാവിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അയാൾക്കുള്ള ഒരാശ്വാസമാണ്. അള്ളാഹുവിൻ റഹ്മത്തിലേക്ക് അയാൾ യാത്ര തിരിച്ചു. എന്നാൽ വൽ അബ്ദുൽ ഫാജിറു, ഒരു തെമ്മാടിയായ മനുഷ്യനാണ് എങ്കിൽ യസ്തരീഹു മിൻഹുൽ ഇബാദു, അയാൾ മരണപ്പെട്ടാൽ മറ്റുള്ള അടിമകൾക്ക് അതുമൂലം ആശ്വാസമാണ്. വൽ ബിലാദു, അയാളുടെ മരണത്തിൽ ചില നാടുകൾക്ക് പോലും ആശ്വാസമാണ്. വശജറു, ചില മരങ്ങൾക്ക് പോലും ആശ്വാസമാണ്. വദ്ദവാബു, ജീവികൾക്ക് പോലും ആശ്വാസമാണ്. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണം കൊണ്ട് മറ്റ് ആളുകൾക്കും നാടുകൾക്കും ജീവികൾക്കും മരങ്ങൾക്ക് പോലും ആശ്വാസമാണ് എന്ന് പറയുമ്പോൾ എത്ര വൃത്തികെട്ട മരണമായിരിക്കും അത്. അല്ലാഹു അതിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക, എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? നമ്മുടെ ലക്ഷ്യം ആകാശഭൂമികളേക്കാൾ പ്രവിശാലമായ സ്വർഗമാണ്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത അർളുഹസ്സമാവാത്തു വൽ അർൾ, ആകാശഭൂമികളേക്കാൾ പ്രവിശാലമായ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു കുറച്ച് ഈത്തപ്പഴനെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരത്ത് നിന്ന് മുശ്രിക്കീങ്ങളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഖൂമൂ ഇലൽ ജന്ന, സ്വഹാബ സ്വർഗത്തിന് വേണ്ടി എഴുന്നേൽക്ക്. അർളുഹസ്സമാവാത്തു വൽ അർൾ, ആകാശഭൂമികളേക്കാൾ വിശാലമാണ് സ്വഹാബ. അദ്ദേഹം ചോദിക്കുകയാണ്, അർളുഹസ്സമാവാത്തു വൽ അർൾ, ആകാശഭൂമികളേക്കാൾ വിശാലമോ? അതെ, ആകാശഭൂമികളേക്കാൾ വിശാലമാണ്. എങ്കിൽ ഈത്തപ്പഴം തിന്നാനുള്ള സമയം പോലും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതെല്ലാം മാറ്റിവെച്ച് ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടുകയും അവിടെ വെച്ചുകൊണ്ട് ഷഹീദാവുകയും ചെയ്യുകയാണ്. ആ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു പ്രവേശിച്ച അതേ സ്വർഗത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. റമളാൻ്റെ ഈ അവസാന സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയുമെന്നാണ്, അള്ളാഹുവേ അവനെ നീ സ്വർഗത്തിലേക്ക് എന്നിലേക്ക് പ്രവേശിപ്പിക്കണമേ. 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകം പറയുമെന്നാണ്, അള്ളാഹുവേ അവനെ എന്നിൽ നിന്നും അകറ്റി നിർത്തണമേ. അതുകൊണ്ട് അവസാനത്തെ ഈ സന്ദർഭങ്ങളിൽ സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ചില ആളുകളുണ്ടത്രേ, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബനാ ആമന്നാ റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് റബ്ബേ, ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, അതുകൊണ്ട് സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയാണ്, ഫഅസാബഹുമുല്ലാഹു ബിമാ ഖാലൂ, അവർ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ അവർക്ക് പ്രതിഫലം നൽകി. എന്താണ് അവർ ചോദിച്ചത്? സ്വർഗമാണവർ ചോദിച്ചത്. ഫഅസാബഹുമുല്ലാഹു ബിമാ ഖാലൂ, അവർ സ്വർഗം ചോദിച്ചത് കൊണ്ട് ഞാൻ അവർക്ക് പ്രതിഫലം നൽകുന്നത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ വേളകളിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടിയുള്ള നല്ല മരണം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇസ്തിഖാമത്തോടുകൂടി മുവഹിദായിക്കൊണ്ട് മരണപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ധാരാളം നന്മകൾ അല്ലാഹുവേ, നീ അതെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ. ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെ ഞങ്ങളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. കത്തിജ്വലിക്കുന്ന നിൻ്റെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്ക് നീ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ. അവർക്ക് എളുപ്പവും ആശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ. അവർക്ക് ഏറ്റവും നിർഭയത്വമുള്ളൊരു അന്തരീക്ഷം നീ പ്രദാനം ചെയ്യണമേ. റബ്ബന ആത്തിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.